ഇനി നമുക്ക് എവിടെന്നെങ്കിലും കുറച്ച് ഫുഡ് അടിക്കണം. ഏത് ഫുഡ് മുഖ്യമാണ് ബിഗിലേ. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് നേരെ ഇവിടെ അടുത്തൊരു ക്യാൻറ്റീൻ ഉണ്ട്, അങ്ങോട്ട് പോകും. പക്ഷേ ഇനിയും നടക്കണം 10 മിനിറ്റോളം. അപ്പം ഞാൻ വേറെ വഴി പിടിച്ചപ്പോഴാണ് ഗൈസ് കാണുന്നത് ഇവിടെ ആപ്പിൾ മരം ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഈ സാധനം കണ്ടിട്ടില്ല. ഇത് നിറച്ചും ഗ്രീൻ ആപ്പിൾ ആട്ടോ ഉണ്ടാക്കി കിടക്കണം. കുറേയൊക്കെ താഴെ വീണും പോയിട്ടുണ്ട്. ഇത് എന്തായാലും ഇത് പറിക്കാമെന്ന് എനിക്കറിയത്തില്ല. കയ്യത്തത് വെറുതെ ഞാൻ പിന്നെ റിസ്ക് എടുത്തിട്ടില്ല. എന്തിനാണ് വെറുതെ ഞാൻ തോപ്പിച്ചാലോ പരീക്ഷയ്ക്ക്. പിന്നെ ഞാനങ്ങനെ പോയി. എന്നാ പറയാൻ, ആർക്കും വേണ്ടാണ്ട് പോകുന്നു. എന്തായാലും വിജനമായ സ്ഥലമാണ് ഗൈസ്, കണ്ടില്ലേ? ഞാൻ നടന്നു വരും തോറില്ല ലൈറ്റൊക്കെ കത്തുന്നു. പുല്ല് എന്നതാണ് എന്തോ. എനിക്ക് മറ്റേ സ്ട്രേഞ്ചർ തിങ് ഒക്കെ ഓർമ്മ വന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് തിരിഞ്ഞ് ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് നോക്കണം. കുറേ ഫുഡൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ ടേസ്റ്റിന് പറ്റിയൊന്നും അല്ല ഗൈസ്. ഞാൻ ഉള്ള കാര്യം പറയാലോ, എനിക്ക് ഇവിടെ നിന്ന് ഒന്നും പിടിക്കത്തില്ല. പിന്നെ എന്തെങ്കിലും തിന്നേ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട് പിന്നെ തിന്നെ. ഞാൻ ബർഗറും എടുത്ത് പിന്നെ ഒരു കുബൂസ് റോൾ പോലത്തെ ഒരു സാധനം കൂടി സെറ്റ് ചെയ്ത് ഓവനിലേക്ക് കയറ്റി ഒരു 30 സെക്കൻഡ് ചൂടാക്കുക. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ അത് ചൂടാക്കാണ്ട് പോലുമാണ് തിന്നത്. പക്ഷെ നമുക്ക് തന്നെ തിന്നാൻ പറ്റില്ല ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അടുത്ത ബസ് വിളിച്ചു ഗൈസ്. അപ്പം തന്നെ 2 മണി കഴിഞ്ഞ് ആകെ ടയേർഡാണ്. ഈ യാത്രയാണെന്ന് ഏറ്റവും നമുക്ക് ചടങ്ങാണ്. ഇത് ഹൈവേയിൽ കുറേ ആപ്പിൾ ഉണ്ടായിരിക്കുന്നത് ഗൈസ്. നോക്കി, ഇതെന്ന് പറയുന്നത് നടുക്ക് 4 കൂറിന ജംഗ്ഷനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ജംഗ്ഷൻ എന്ന് പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പ്. അവിടെ മൊത്തം ആപ്പിൾ ഉണ്ടാക്കി കിടക്കുന്നത്. എന്തായാലും ഇത്ര ആപ്പിളൊന്നും ഞാൻ കഴിഞ്ഞ വർഷം കണ്ടിട്ടില്ല. ഇത്തവണയാണ് ഇത്രയും കാണുന്നത്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി ഇനി നമുക്ക് അടുത്ത ട്രെയിൻ പിടിച്ചിട്ട് വേണം നേരെ വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം നല്ല സൂപ്പർ ക്ലൈമറ്റ് ഉണ്ട്. കാരണം സമ്മർ തുടങ്ങിയ